ഞാൻ ഈ ബ്രില്യൻ്റ് വന്നിട്ട് ഒരുപാട് അഭിമാന നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഏറ്റവും വലിയൊരു അഭിമാന നിമിഷം അത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ പഠിച്ച് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS പഠിക്കുന്ന അനന്തു സതീഷ്. അനന്തു എന്നെ വിളിച്ചിട്ട് അനന്തു ഒരു കാര്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഈ ഒരു അവസരത്തിൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ, ഒരുപാട് ആകുലതകൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഒരു പക്ഷേ ഞങ്ങൾ അധ്യാപകരെക്കാളും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നേ പഠിച്ച് അതേ അവസ്ഥകളിലൂടെ കടന്നുപോയി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന അനന്തുവിനെ പോലുള്ള കുട്ടികൾക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പല കുട്ടികളോടും അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങോട്ടും ഞങ്ങൾക്ക് മോട്ടിവേഷനൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അനന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനന്തുവിൻ്റെ മോട്ടിവേഷൻ, അനന്തുവിന് കുട്ടികളോട് എന്താണ് പറയാനുള്ളതെന്ന് അനന്തു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അനന്തു പറഞ്ഞു, ഈ ഒരു സിറ്റുവേഷനിലൂടെ കഴിഞ്ഞ വർഷം ഞാൻ കടന്നുപോയി. ആ സമയത്ത് എനിക്ക് എന്തൊക്കെയാണോ ഉണ്ടായത് അതിനെ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ, നമുക്ക് അനന്തു പറയുമ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളിൽ ഒരാളാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ വേറൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പറയുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം നിങ്ങളുടെ അതേ മാനസികാവസ്ഥയിലൂടെയാണ് അവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഞാൻ ഇത്രയും വലിയൊരു ഇൻട്രോ പറയുന്നതെന്ന് അറിയാവോ? കഴിഞ്ഞ വർഷം ഇതേ സമയം പ്രൊഫസേഴ്സ് റൂമിൽ എൻ്റെ മുന്നിൽ ഒരു കസേരയിൽ വന്ന് ഭയങ്കര ടെൻസ്ഡായിട്ട് ഇരുന്ന അനന്തു സതീഷിനെ എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അനന്തു ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എങ്കിൽ പോലും പരീക്ഷയുടെ പ്രഷറും പരീക്ഷാ സമയത്തുണ്ടാകുന്ന ആകുലതകളും എല്ലാം അനന്തുവിനെയും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് അനന്തു എന്നെ കാണാൻ വേണ്ടി പ്രൊഫസേഴ്സ് റൂമിൽ വന്നത്. അന്ന് ഞാൻ ഒരുപാട് സംസാരിച്ചു അനന്തുവിനോട്. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം, അനന്തുവിന് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അമ്മയുണ്ട്. ഒരമ്മയെന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും സപ്പോർട്ടിംഗ് ആണ്. എന്നാൽ പോലും അനന്തുവിനെ ശരിക്കും അനന്തുവായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പോലും അനന്തുവിനെ പ്രേരിപ്പിച്ചത് ആ ഒരു പില്ലാറാണ്, ഒരു സ്ട്രോങ് പില്ലാർ, അനന്തുവിൻ്റെ അമ്മ. അപ്പൊ അനന്തു സംസാരിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഒരു കുഴപ്പമില്ല, നിനക്ക് ഈ വർഷം MBBS കിട്ടും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നീ പേടിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഞങ്ങൾ സംസാരിച്ചിട്ടാണ് അനന്തു പോയത്. അത് കഴിഞ്ഞിട്ട് അനന്തു പരീക്ഷ എഴുതി. ആദ്യമായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് ബ്രില്യൻ്റ് തന്നെ പബ്ലിഷ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ അനന്തു വിളിച്ചിട്ട് പറഞ്ഞു, മിസ്സേ എനിക്ക് നല്ല മാർക്കുണ്ട്, ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞ നിമിഷം എനിക്ക് ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. കാരണം ഈ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ കടന്നു പോകുന്നത് അതേ അവസ്ഥയിൽ അതേ മുഖത്തോടെ, കുനിഞ്ഞ മുഖത്തോടെ, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെനുവസ് ആയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആകുലതയോടെ അനന്തു വന്നിരുന്നത്. ഇന്ന് അനന്തു ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. മാത്രമല്ല അവിടെയുള്ള എല്ലാ പരീക്ഷകളിലും എല്ലാം വളരെ മികച്ച വിജയം കൈവരിച്ചുകൊണ്ടാണ് അനന്തു ഇടുക്കിയുടെ സ്വത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി അനന്തുവിനൊരു ഇൻട്രോ ഞാൻ തന്നെ പറയും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വാക്കുകളേക്കാൾ അനന്തുവിൻ്റെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് ടെൻഷൻ അടിക്കുന്ന, ഇനി ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് കിട്ടുമോ എന്ന് ആലോചിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനന്തുവിന്റെ വാക്കുകൾ ഒരു പ്രചോദനമാകും, എനിക്ക് ഉറപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനന്തു, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇപ്പം നീറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? എക്സാംസും ടെൻഷനും ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ആയിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം ഇതേ സമയം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനും ഇതുപോലെ ഇരുന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് ജനറൽ ആയിട്ട് വരുന്ന ഒരു ബേസിക് കൺസേൺസും നിങ്ങളുടെ ഡൗട്ടും നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാകുന്ന സെൽഫ് ഡൗട്ടും എല്ലാം അത്ര തന്നെ ഇന്റൻസിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കുറച്ച് ടിപ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ എക്സാമിന്റെ സമയമല്ലേ, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ? എക്സാംസിന്റെ മാർക്ക് കുറയുമ്പോൾ കൂടെയുള്ളവരുടെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇമ്പ്രൂവ് ആവുന്നില്ലായിരിക്കും. സാരമില്ലെന്നേ, മാർക്ക് കുറഞ്ഞോട്ടെ, തെറ്റിപ്പൊക്കോട്ടെ, നമുക്ക് സമയമുണ്ട്. ഇത്രയും നാളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒരുപാട് പരീക്ഷകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവാം, മാർക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവാം, ഉള്ള പോർഷൻസ് പഠിച്ച് തീർക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. സാരമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, പോയതൊക്കെ പൊക്കോട്ടെ. ഇനി ഒരു 1.5 മാസമുണ്ട്. ഈ ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ബെസ്റ്റ്, നിങ്ങളുടെ 100%. ഇത്രയും നാളും കളഞ്ഞ സമയങ്ങളൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അങ്ങ് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നീറ്റിന്റെ എക്സാം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ കീ വരും, ബ്രില്യൻ്റ് തന്നെ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ എയിം ചെയ്ത ആ ഒരു സേഫ് സ്കോറിലേക്ക് എത്തിപ്പെടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ആ ഒരു സന്തോഷമുണ്ട്. സീറ്റ് കിട്ടുമെന്ന ആ ഒരു ഉറപ്പ്, ആ ഉറപ്പില് പിന്നീട് അങ്ങോട്ടുള്ള ഒരു 2-3 മാസം, അതായത് റിസൾട്ട് വരാൻ എടുക്കുന്ന സമയവും നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ള സമയവും, ഈ സമയത്ത്
ഒരു വല്ലാത്തൊരു റിലാക്സ് സ്റ്റേറ്റിൽ മാക്സിമം എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, റിലാക്സേഷൻ, എൻജോയ്മെന്റ് അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റും. മാക്സിമം എക്സാംസ് എഴുതി തന്നെ പഠിക്കുക. തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് അത് എന്തുകൊണ്ട് തെറ്റി, ഗസ് വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്യാതെ എങ്ങനെ എനിക്ക് ആ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാം എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണം. ഒരു ദിവസം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 അല്ലെങ്കിൽ 2 മാക്സിമം അറ്റ്മോസ്റ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ചെയ്യാം. അതല്ലാതെ തന്നെ ബ്രില്യന്റിൽ നമുക്ക് ഓഡ് ബാച്ച്, ഈവൻ ബാച്ച് ഉണ്ടാവും. ഫൈനൽ മോഡൽസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന് പ്രിപ്പറേറ്റീവ് മോഡൽ നമ്മുടെ ആപ്പിൽ, ബ്രില്യന്റ് ബാല ഇ ലേണിംഗ് ആപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവർ ഇടും. ഇത് എല്ലാം ചെയ്ത് പഠിക്കുക, ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. എക്സാം എഴുതുന്ന മാത്രമല്ല ഇമ്പോർട്ടന്റ്, അനാലിസിസ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഒത്തിരി സമയമില്ല. നമുക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടെലിഗ്രാം ചാനൽസ്, യൂട്യൂബ് ചാനൽസ്. ഇതിലൊക്കെ അവർ ഓൺലൈനായിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിന്റ് ചെയ്തിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടിന്റെ വേറെ ആവശ്യം ഉണ്ടാകത്തില്ല. അത് റെഫർ ചെയ്താൽ മതിയാവും. അങ്ങനെ ഷോർട്ട് നോട്ട് നോക്കി ഫിസിക്സും കെമിസ്ട്രിയും, ഫിസിക്കൽ കെമിസ്ട്രിക്കൊക്കെ ഇക്വേഷൻസ് പഠിക്കുക. ബയോളജി NCERT ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലേ. പിന്നെ സെൽഫ് കമ്പാരിസൺ ഇസ് ദ ബെസ്റ്റ് കമ്പാരിസൺ. നിങ്ങളുടെ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങളുടെ മാർക്ക് നിങ്ങളായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ നോക്കുക. പിന്നെ എക്സാംസിന്റെ ലെവൽ പറയുകയാണെങ്കിൽ ഈസി കാണും, മോഡറേറ്റ് കാണും, ഹാർഡ് ലെവൽ ഓഫ് എക്സാമിനേഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് നീറ്റ് പോലത്തെ എക്സാംസിന് എല്ലാ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എല്ലാം മോഡറേറ്റ് ആവോ? ഒരിക്കലും ഇല്ല. എല്ലാം ഒട്ടും ഹാർഡ് ഒരിക്കലും ആവത്തുമില്ല. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ഈസി, മോഡറേറ്റ്, ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന്റെ പ്രൊപ്പോർഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് ഓരോ വർഷത്തെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ഡിറ്റർമൈൻ ചെയ്യുക. നീറ്റ് എക്സാം ആയാലും പല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി, മോഡറേറ്റ്, ഹാർഡ്. പക്ഷെ എന്തെന്നായാലും ഇതിന്റെ എല്ലാം കോണ്ടെക്സ്റ്റ്, നമ്മൾ എന്താണോ പഠിച്ചത് അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണോ അവിടെ പഠിച്ചത്, ബ്രില്യൻ നിങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, ആ ക്വസ്റ്റ്യൻസ് തന്നെ പല ലെവലിൽ ചോദിച്ചേക്കാം. പക്ഷെ എല്ലാവരും ഒരു കൺസേൺ ആണ്, ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ, നമ്മൾ പഠിച്ചതിൽ നിന്ന് പുറത്ത് ചോദിക്കുമോ? ഒരിക്കലും ഇല്ല. പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ OMR ബബിൾ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ഇൻ കേസ് നമുക്ക് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 25th ക്വസ്റ്റ്യൻ നമ്മൾ ലീവ് ചെയ്തു, 24 നമുക്കറിയാം. നമ്മൾ ആ ബബിൾ ചെയ്യുന്ന സമയത്ത് 26 ചെയ്യേണ്ട സ്ഥാനത്ത് 26ന്റെ ആൻസർ 25ൽ കൊണ്ട് ബബിൾ ചെയ്യും. കഴിഞ്ഞ വർഷവും ഇതേ തെറ്റ് പറ്റി ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിട്ടും തെറ്റിപ്പോയ കുറച്ച് കൂട്ടുകാരെനിക്കുണ്ട്. അവരിപ്പോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഈ ഒരു തെറ്റ് മാക്സിമം വരുത്താതിരിക്കാൻ ശ്രമിക്കുക. വിത്ത് അറ്റ്മോസ്റ്റ് കെയർ OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് നീറ്റ് അവിടുത്തെ ബ്രില്യന്റിലെ മോഡൽ എക്സാംസ് എഴുതാൻ നേരത്ത് ഇത് സംഭവിച്ച കുറച്ചുപേരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സംഭവിച്ചോട്ടെ. തെറ്റുകൾ പറ്റണം, തെറ്റിലൂടെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. തെറ്റുകൾ പറ്റി അതിനെ റെക്ടിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ നീറ്റ് എക്സാമിന് അവിടെ ഹോൾഡ് ചെല്ലാൻ നേരത്ത് ആ തെറ്റുകൾ നമുക്ക് ആവർത്തിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എങ്കിലേ അത്രയ്ക്ക് ശ്രദ്ധയോടെ എക്സാമിനെ സമീപിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇത്രയും നാളും അലമ്പെടുത്ത് പഠിക്കാതിരുന്നിട്ട് ഫൈനൽ എക്സാമിനേഷൻ ഹോൾഡ് ചെന്നിട്ട് അവിടെ ഒരു വലിയ മിറാക്കിൾ സംഭവിക്കുമെന്ന് ആരും കരുതണ്ട. ഈ നീറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ എന്താണ് ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ആ എക്സാം ഹോളിൽ ആ ഒരു 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാമിനെ സമീപിക്കുന്നത്, എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ബബിൾ ചെയ്യുന്ന സ്പീഡ്, ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സ്കില്ല്, ക്വസ്റ്റ്യൻസ് വായിച്ച് അതിനെ ഡീകോഡ് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം എക്സാംസിലൂടെ മാത്രമേ ആർജിക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരിക്കലും സെൽഫ് ഡൗട്ട് പാടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം എക്സാംസ് എഴുതുക, മാക്സിമം സമയം പഠനത്തിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ മൊബൈൽ ഫോൺ ആണല്ലേ. ഇപ്പോഴും എപ്പോഴും നമ്മളെ പോലുള്ള യങ് ജനറേഷന് സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. അതെ, അറിയാം. ഇതില്ലാതെ നമുക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. പക്ഷെ ഫോർ ദ ടൈം ബീങ് എല്ലാം മാറ്റി വെച്ചേക്ക്. ഈ ഒരു സമയം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അവസാനം റിസൾട്ട് വന്ന് കഴിയാൻ നേരത്ത് 100% ഞാൻ കൊടുത്തില്ലല്ലോ എന്ന റിഗ്രറ്റ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത്രയും നാളത്തെ ഈ ഒരു പ്രിപ്പറേഷൻ അത് അട്ടർ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ആ റിഗ്രറ്റ് വരാനുള്ള സാധ്യത കൊടുക്കാതെ മാക്സിമം വർക്ക് ചെയ്തിട്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ആ ഒരു സേഫ് സ്കോർ എത്തിപ്പെടുക എന്നുള്ള ലക്ഷ്യം ഇന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരിക്കുക. അറിയാം ടെൻഷൻസ് ഉണ്ടാവും, എനിക്കിത് കിട്ടുമോ, ഇനി തെറ്റിപ്പോവോ, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി
അടുത്ത വർഷം ഒന്നും കൂടെ എന്റെ ഒരു വർഷം വേസ്റ്റ് ആവോ, അതൊക്കെ പൊക്കോട്ടെ. അതൊക്കെ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. പഠിക്കാനുള്ള പഠിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇനി നോക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടാവും. നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്സ് വീണ്ടും വീണ്ടും വായിക്കാതെ അതിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. ഇനി നോക്കാനുള്ള പോർഷൻസിന് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ എക്സാംസ് മസ്റ്റായിട്ട് എഴുതുക. പിന്നെ എന്താ പറയണ്ടേ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹെൽത്തി. ഒരു നല്ലൊരു ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ, ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം നമുക്ക് നന്നായിട്ട് നമ്മുടെ 100% പ്രൊഡക്ടിവിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ളത് ബ്രില്യന്റ് ആണ്. ഈ ഇന്ത്യയിൽ തന്നെ നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളിൽ ദ ഫൈനസ്റ്റ് സ്റ്റുഡൻസ് ഓൾവേസ് ഫ്രം ബ്രില്യന്റ്, അതിലൊരു സംശയമില്ല. ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ അത്രയും എക്സാംസ് എഴുതിയ വേറെ ഒരു കുട്ടികളും ഇല്ല. നിങ്ങളുടെ അത്രയും ക്ലാസ്സുകൾ കേട്ട, നിങ്ങളുടെ അത്രയും എക്സ്പോഷർ കിട്ടിയ വേറെ ഒരു കുട്ടികളും ഇല്ല. അത് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ കൂടെ ബ്രില്യന്റ് ഉണ്ട്. നിങ്ങളും ആ ഒരു ഉറപ്പോടെ പഠിച്ച് മുന്നേറുക. അടുത്ത വർഷം എന്തായാലും ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും എത്തേണ്ടതാണ്. സോ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.